നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ നമ്മൾ കാണുന്ന മാർക്കറ്റ് റിപ്പോർട്ടില്ലേ, അതിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്നൊന്ന് പൊളിച്ചടുക്കി നോക്കിയാലോ? ഓരോ സാമ്പത്തിക പ്രവചനവും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം ഈ ഓരോ റിപ്പോർട്ടിനും പിന്നിൽ കൃത്യമായൊരു ഫോർമുലയുണ്ട്. വെറുതെ കുറച്ച് നമ്പറുകൾ മാത്രമല്ല അത്. അപ്പോൾ നമുക്ക് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം, അല്ലേ? ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിനെ വെറുമൊരു ഡാറ്റയായിട്ട് കാണരുത്. സത്യം പറഞ്ഞാൽ അതൊരു ചിട്ടയാണ്. ഒരു ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം പോലെ സാമ്പത്തിക വിപണിയിലെ കാറ്റും കോളുമൊക്കെ നേരിടാൻ നമ്മളെ സഹായിക്കുന്നൊരു വഴികാട്ടിയാണിത്. ശരി, ഇനി നമുക്ക് റിപ്പോർട്ടിന്റെ ചേരുവകളിലേക്ക് കടക്കാം. ഏതൊരു നല്ല കഥയ്ക്കും ഒരു തുടക്കം വേണമല്ലോ, അല്ലേ? മാർക്കറ്റ് റിപ്പോർട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ ആ തുടക്കം എപ്പോഴും തലേദിവസത്തെ കണക്കുകളാണ്. ഈ സംഖ്യ കണ്ടോ? ഇത് വെറുമൊരു കണക്കല്ല, അന്നത്തെ ദിവസത്തെ വിശകലനത്തിന്റെ ഒരു അടിസ്ഥാന ശിലയാണിത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇന്നത്തെ എല്ലാ പുതിയ വിവരങ്ങളെയും നമ്മൾ അളക്കുന്നത് ഈ ഒരു നമ്പറിനെ വെച്ചായിരിക്കും. അപ്പോൾ എന്തിനാണ് തലേ ദിവസത്തെ ക്ലോസിംഗ് കാണിക്കുന്നത്? കാരണം അതൊരു സൈക്കോളജിക്കൽ ആങ്കർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇന്നത്തെ മാർക്കറ്റ് മുകളിലേക്കാണോ അതോ താഴേക്കാണോ പോകുന്നതെന്ന് അളക്കാനുള്ള ഒരളവുകോല്. ഇത് അന്നത്തെ മാർക്കറ്റ് കഥയ്ക്ക് കൃത്യമായൊരു പശ്ചാത്തലം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥയ്ക്ക് ഒരു തുടക്കമായി. ഇനി വേണ്ടത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്, അല്ലേ? അതാണ് മാർക്കറ്റിനെ ചലിപ്പിക്കാൻ സാധ്യതയുള്ള പ്രധാന ഘടകങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രിഗറുകൾ. അന്നത്തെ കഥയുടെ യഥാർത്ഥ എഞ്ചിൻ ഇതൊക്കെയാണ്. ഈ ട്രിഗറുകളൊന്ന് നോക്കിക്കേ. ഇവിടെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക കണക്കുകളുണ്ട്, ആഗോള വിപണിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുണ്ട്, പിന്നെ ചില പ്രത്യേക മേഖലകളും ടെക്നിക്കൽ ലെവലുകളുമുണ്ട്. അങ്ങനെ പലതും പരിഗണിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഈ ഒരൊറ്റ സംഖ്യയുടെ പവർ കണ്ടോ? GDP പോലുള്ള ഒരു പ്രധാന സാമ്പത്തിക സൂചകം വിപണിയുടെ മൊത്തത്തിലുള്ള മൂഡിനെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒന്നാണ്. ഇതൊരു വലിയ പോസിറ്റീവ് സിഗ്നലാണ്. ഈ ടെക്നിക്കൽ ലെവലുകൾ ട്രേഡർമാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ ഒരു കളിയിലെ പ്രധാന ലൈനുകൾ പോലെ കാണാം. മാർക്കറ്റ് എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുന്ന വില നിലവാരങ്ങളാണിത്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് പലരും അവരുടെ ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ബേസ് ലൈനുണ്ട്, ട്രിഗറുകളുമുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നോ? ഇത് രണ്ടും കൂടി ചേർത്ത് ഇന്ന് വിപണിയിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് പ്രവചിക്കുക എന്നതാണ്. നോക്കൂ, ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെയാണ് ഇതും. ഒരു നല്ല റിപ്പോർട്ട് എപ്പോഴും പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ പറയും. ഇത് വിപണിയിലെ അനിശ്ചിതത്വത്തെയാണ് കാണിക്കുന്നത്. ഒരു സന്തുലിതമായ കാഴ്ചപ്പാട് നൽകാൻ ഇത് സഹായിക്കും. വിശ്വസനീയമായ റിപ്പോർട്ടിന് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് കൂടി വേണം. ഒരു വാർണിംഗ് ലേബൽ പോലെ. ഇതാണൊരു റിപ്പോർട്ടിനെ പൂർണ്ണമാക്കുന്നത്. ഈ പറയുന്ന അപകടസാധ്യതകൾ ഒരു ദുരന്ത പ്രവചനമായിട്ടൊന്നും കാണരുത്. മറിച്ച് ഇത് വായനക്കാരനോട് സത്യസന്ധത പുലർത്തുന്ന ഒരു കംപ്ലീറ്റ് വിശകലനത്തിന്റെ ഭാഗമാണ്. ഇത് നിക്ഷേപകരിൽ കൂടുതൽ വിശ്വാസം വളർത്താനാണ് സഹായിക്കുക. അപ്പോൾ ഈ എല്ലാ വിശകലനങ്ങളുടെയും അവസാനം നമുക്കെന്താണ് കിട്ടുന്നത്? ഒരു ആക്ഷൻ പ്ലാൻ. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും പ്രായോഗികമായ വ്യക്തമായ ഒരു സംഗ്രഹമാക്കി മാറ്റുകയാണ് ഇവിടെ. ഇത് വായിക്കുന്നയാൾക്ക് ഒരു വ്യക്തമായ ദിശാബോധം കിട്ടും. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യം വെറുതെ വിവരം തരിക എന്നുള്ളതല്ല, മറിച്ച് അതുപയോഗിച്ച് സ്വന്തമായി ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഓരോ വ്യക്തിയെയും പ്രാപ്തനാക്കുക എന്നതാണ്. ഈയൊരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. ഒന്നോർത്തു നോക്കൂ, വിവരങ്ങൾ ഇന്നെല്ലാവർക്കും കിട്ടും. പക്ഷേ ആ വിവരങ്ങളെ ആരാണോ ഏറ്റവും വിവേകത്തോടെ ഉപയോഗിക്കുന്നത് അവർക്കാണ് വിപണിയിൽ എപ്പോഴും ഒരുപടി മുന്നിലെത്താൻ കഴിയുക.